ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ പാർട്ട് 33 വീഡിയോയുമായിട്ടാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് PYQ അല്ലെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 79/2022 ഇലക്ട്രീഷ്യൻ ചോദ്യപേപ്പറാണ്. എന്തുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിൽ വരാൻ വേണ്ടി പോകുന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ അതേ സിലബസിൽ നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു അല്ലേ. യെസ്. അതിലെ ഏകദേശം ഒരു 70ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു സീരീസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. നിരവധി ഉദ്യോഗാർത്ഥികൾ ഫോളോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്ത് നോക്കാം, വീഡിയോസ് കണ്ടു നോക്കാം. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ അതിന് കമൻറ്റ് ചെയ്യുക കേട്ടോ. യെസ്. ദെൻ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും നല്ല രീതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ വീഡിയോസ് ഇടാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ. പിന്നെ അതേപോലെ നിമി ടെക്സ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് ചോദിച്ചിട്ട് ഇപ്പോഴും ആൾക്കാർ മെയിലുകൾ അയക്കാറുണ്ട്. ഇഷ്ടംപോലെ വരാറുണ്ട്. അതുകൊണ്ട് എനിക്ക് റിപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കാറില്ല. കൗണ്ട് വളരെ കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. ഇപ്പം പൊതുവേ ഇഷ്ടംപോലെ ചുമ്മാ നിമി ടെക്സ്റ്റ് ബുക്ക് PDF പ്ലീസ്, അല്ലെങ്കിൽ നിമി ടെക്സ്റ്റ് ബുക്ക് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് മെയിലുകൾ വരാറുണ്ട്. എങ്ങനെയാണ് നിമി ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് അടക്കമുള്ള വീഡിയോസ് ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് നോക്കുക. ചെറിയൊരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ എടുക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ ഡിസ്ക്രിപ്ഷനും ഞാനത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ പോലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കണ്ടിട്ടെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ. യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് കെറ്റിലിൽ കാണപ്പെടുന്ന ഹീറ്റിംഗ് എലമെൻറ്റ് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ്? എന്താണ് ഇലക്ട്രിക് കെറ്റിലിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ് അല്ലേ, നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ചൂടാക്കപ്പെടുന്ന ആ ഒരു ഹീറ്റിംഗ് എലമെൻറ്റ് ഏത് മെറ്റീരിയലാണെന്നാണ് ചോദിച്ചത്. സോഡിയം, സൾഫർ, മെഗ്നീഷ്യം, നിക്രോം. ഓപ്ഷൻ കണ്ടാൽ തന്നെ ഒരുവിധം കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം എന്താ, ഒരു ബന്ധവുമില്ലാത്ത കുറേയധികം ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോഡിയം, സൾഫർ, മെഗ്നീഷ്യം. ഒരു ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ട് സോഡിയം, സൾഫർ, മെഗ്നീഷ്യം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. സപ്പോസ് ഇതിൻ്റെ ഓപ്ഷൻസിൽ വേറെ ഏതെങ്കിലും മെറ്റൽസ് തന്നാലാണ് നമുക്ക് ചിലപ്പോൾ ചെറിയൊരു കൺഫ്യൂഷനെങ്കിലും വരിക അല്ലേ. യെസ്. അപ്പോൾ നിക്രോം മാത്രമേ ഒരു ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ദെൻ ഈ ഒരു ലെവലിൽ ചോദിക്കാൻ വേണ്ടി സാധ്യതയുള്ള വേറെ ചോദ്യങ്ങൾ എന്താണ്? ഇപ്പം ഇലക്ട്രിക് ബൾബിൽ ഇൻകാൻഡസെൻറ്റ് ബൾബിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം അല്ലേ. അവിടെ എന്താ, ടങ്സ്റ്റൺ ആണല്ലേ. ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് ഇതിൻ്റെ കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. നമ്മുടെ ആൻസർ എന്താ, ഓപ്ഷൻ D ആണ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഫിലമെൻ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാകുന്നു? ഹൈഡ്രജൻ, ആർഗൺ, ഓക്സിജൻ, ക്രിപ്റ്റോൺ. യെസ്. ഹൈഡ്രജനും ഓക്സിജനും ഒന്നുമല്ല. നമ്മളൊരു ഇലക്ട്രിക് ലാമ്പ് എന്ന് പറയുമ്പോൾ ഒരു ഇൻകാൻഡസെൻറ്റ് ലാമ്പാണ്. ആ ഇൻകാൻഡസെൻറ്റ് ലാമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാക്വം ഫിൽ ചെയ്യുന്നുണ്ട്. അതിനകത്ത് വായു ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തിന് കാരണമാകുന്നു? യെസ്, ആ ഫിലമെൻറ്റ് കുറേ കാലം യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് വിഘടനമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനകത്തുള്ള എയർ നമ്മൾ മുഴുവനായിട്ടും ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് വാക്വം ഫിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാക്വം ഫില്ല് ചെയ്യുമ്പോഴും ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹയർ ടെമ്പറേച്ചറിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ടങ്സ്റ്റനൊക്കെ സംഭവിക്കും. നമുക്കൊരു ഹയർ ടെമ്പറേച്ചറിൽ ഹയർ എഫിഷ്യൻസിയിലേക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട് വാക്വം ഫില്ല് ചെയ്യുമ്പോഴും. ഓക്കെ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു നിഷ്ക്രിയ വാതകം നമ്മൾ ഫില്ല് ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. അത് ഏത് വാതകമാണ്? നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാറുള്ളതാണ്. ഏതൊക്കെ ഒരു 2 വാതകങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യുന്നത് പറയാറുണ്ട് അല്ലേ. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. യെസ്, ആർഗണും നൈട്രജനും ഫില്ല് ചെയ്യുന്നത് നമ്മൾ പറയാറുണ്ട്. ആൻസർ ഏതാ? ആർഗൺ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ക്രിപ്റ്റോണും ഒരു നിഷ്ക്രിയ വാതകമാണ്. പക്ഷേ നമ്മൾ സാധാരണയായിട്ട് ക്രിപ്റ്റോൺ യൂസ് ചെയ്യുക ഒരു ഫ്ലൂറസെൻറ്റ് ലാമ്പിലൊക്കെ കളർ ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രിപ്റ്റോൺ യൂസ് ചെയ്യുക അല്ലേ. ഇവിടെ ഫിലമെൻ്റ് ലാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഏതാ പറയുക? യെസ്, ആർഗൺ ആണ് ഫില്ല് ചെയ്യുക. അതിൻ്റെ കൂടെ നൈട്രജൻ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഏകദേശം 3000 കെൽവിൻ 3000 ഡിഗ്രി കെൽവിൻ വരെ ടെമ്പറേച്ചർ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു ഗ്യാസ് ഫിൽഡ് ഫിലമെൻ്റ് ലാമ്പാണെങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ നമുക്ക് 3000 കെൽവിൻ വരെ പോകാം. ഏകദേശം പറയുന്നത് 2700 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ. യെസ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ മോണോക്രോമാറ്റിക് പ്രകാശം പുറപ്പെടുവിക്കുന്ന വൈദ്യുതി വിളക്ക് ഏതാണ്? വളരെ സിമ്പിളാണ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ് മടുത്ത സാധനമാണ്. മോണോക്രോമാറ്റിക് ലൈറ്റ് വരുന്ന ഏതാ? സോഡിയം
വേപ്പർ ലാമ്പ് അല്ലേ, സോഡിയം വേപ്പർ ലാമ്പാണ്. ഫ്ലൂറസെൻ്റ് വിളക്ക്, CFL വിളക്ക്, സോഡിയം വിളക്ക്. ആൻസർ ഏതാ? സോഡിയം വേപ്പർ ലാമ്പാണ്. ഒരു സോഡിയം വേപ്പർ ലാമ്പിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ കളർ റെൻഡറിങ് ഇൻഡെക്സ് 0 ആണ് അല്ലേ. ഓൾസോ അതിൻ്റെ വേവ് ലെങ്ത് സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ അത് മോണോക്രോമാറ്റിക് ആണ്. എന്താണ് CRI വാല്യൂ 0 ഉദ്ദേശിക്കുന്നത്? കളർ റെൻഡറിങ് ഇൻഡെക്സ്. അതായത് ഈ പറയുന്ന ലാമ്പിന് അല്ലേ, നമ്മുടെ സോഡിയം വേപ്പർ ലാമ്പിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് അതിന് മറ്റ് നിറങ്ങളെ അതിൻ്റെ സ്വാഭാവിക നിറത്തിൽ പ്രകാശിപ്പിക്കാൻ അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കില്ല. അതായത് ഒരു ഗ്രീൻ കളറുള്ളൊരു വസ്തു, ഒരു ബ്ലൂ കളറുള്ളൊരു വസ്തു, ഒരു റെഡ്, ഓക്കെ. അപ്പം ഈ കളറുകളെ നമുക്ക് ഈ കളറായിട്ട് തന്നെ കാണണം അല്ലേ. ഗ്രീനെ ഗ്രീനായിട്ടും ബ്ലൂവിനെ ബ്ലൂ ആയിട്ടും റെഡിനെ റെഡായിട്ടൊക്കെ കാണണം. പക്ഷേ ഒരു സോഡിയം വേപ്പർ ലാമ്പ് പ്രകാശത്തിൻ്റെ അടിയിലാണ് ഇത്തരം വസ്തുക്കളെങ്കിൽ നമുക്ക് ഇവിടെ ഈ കളറിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, കളർ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ സ്വാഭാവികമായ കളറിൽ നമുക്കതിനെ കാണാൻ വേണ്ടിയിട്ട് സോഡിയം വേപ്പർ ലാമ്പിൻ്റെ അണ്ടറിൽ സാധിക്കില്ല. അതെന്തുകൊണ്ടാണ്? സോഡിയം വേപ്പർ ലാമ്പിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം അല്ലെങ്കിൽ വേവ് ലെങ്ത് സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം അല്ല. അത് വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സ്പെക്ട്രമാണ്. ഡിസ്ക്രീറ്റ് ലൈൻസ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് യെല്ലോൻ്റെ വേവ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെക്ട്രം എന്താ പറയുക, ആ ഒരു ഫ്രീക്വൻസി കമ്പണൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകിൽ യെല്ലോ കളറിൽ കാണാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ബ്ലാക്ക് കളറിൽ കാണാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഈ യെല്ലോൻ്റെയോ ബ്ലാക്കിൻ്റെയോ ഷെയ്ഡുകളിൽ മാത്രം കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഇതിനെ മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറയുന്നത്. കളർ റെൻഡർ ചെയ്യാൻ അതിന് കഴിവില്ലാത്തതുകൊണ്ട് തന്നെ കളർ റെൻഡറിങ് ഇൻഡെക്സ് 0 ആണ്. കളർ റെൻഡറിങ് ഇൻഡെക്സ് 1 ആയിട്ടുള്ള ലാമ്പ് ഏതാ, അല്ലെങ്കിൽ 100% കളർ റെൻഡറിങ് ഇൻഡെക്സ് ഉള്ള ലാമ്പ് ഏതാ? അത് നമ്മുടെ ഇൻകാൻഡസെൻ്റ് ലാമ്പാണ് അല്ലേ. ഇൻകാൻഡസെൻ്റ് ലാമ്പാണ് കളർ റെൻഡറിങ് ഇൻഡെക്സ് 100% അല്ലെങ്കിൽ യൂണിറ്റി ആയിട്ടുള്ളത്, 1 ആയിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് നോക്കുക കേട്ടോ. യെസ്, ഓപ്ഷൻ C ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് പോവാം. പ്രകാശ സാന്ദ്രതയുടെ യൂണിറ്റ്. ഓക്കെ, പ്രകാശ സാന്ദ്രതയുടെ യൂണിറ്റ് പേര് കേട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചോദിച്ചിരിക്കുന്നത് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. ഓക്കെ, ലൂമിനസ് ഇൻറ്റൻസിറ്റി നമ്മൾ പഠിച്ചതല്ലേ, കുറേ പ്രാവശ്യം പഠിച്ചാണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് കാണ്ടില അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈ ലൂമിനസ് ഇൻറ്റൻസിറ്റി ഉള്ള വെളിച്ചം നിങ്ങളുടെ കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാനൊന്നും കണ്ടില്ല സാറേ എന്ന് പറയും അല്ലേ. അപ്പോൾ കാണ്ടില. ഇനി ഫ്ലക്സിൻ്റെ ആണെങ്കിലോ, ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ ലുമൻ. ദെൻ ഇല്യൂമിനേഷൻ അല്ലേ, ഇല്യൂമിനേഷൻ്റെ യൂണിറ്റ് എന്താ? അത് ലക്സ്. ദെൻ ഇല്യൂമിനൻസ് അല്ലേ, ഇല്യൂമിനൻസിൻ്റെ യൂണിറ്റ് എന്താ? അത് ലക്സ്. ദെൻ ലൂമിനൻസിൻ്റെ യൂണിറ്റ് എന്താ? ലൂമിനൻസിൻ്റെ യൂണിറ്റ് കാണ്ടില പെർ മീറ്റർ സ്ക്വയർ. ഈ ഇല്യൂമിനേഷന് വേറെ യൂണിറ്റ് ഉണ്ട്, ലുമൻ പെർ മീറ്റർ സ്ക്വയർ. അതായത് ഇല്യൂമിനൻസിന് വേറെ യൂണിറ്റ് ഉണ്ട്, അത് ലുമൻ പെർ മീറ്റർ സ്ക്വയർ. ഇനി ഏതാ ഉള്ളത്? സോളിഡ് ആംഗിൾ അല്ലേ. സോളിഡ് ആംഗിളിന് യൂണിറ്റ് എന്താ? അത് സ്റ്റിറേഡിയൻ അല്ലേ, സ്റ്റിറേഡിയൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. വേറെ എന്തെങ്കിലും ബാക്കിയുണ്ടോ ഇതിനകത്ത്? യെസ്, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പ്രകാശ സാന്ദ്രതയുടെ യൂണിറ്റ് കാണ്ടില്ല. ഓക്കെ അല്ലേ? യെസ്, നെക്സ്റ്റ് പോവാം. താഴെ പറയുന്നതിൽ ആക്റ്റീവ് കോമ്പണൻറ്റ് ഏതാകുന്നു? താഴെ പറയുന്നതിൽ ഏതാണ് ആക്റ്റീവ് കോമ്പണൻറ്റ്? അപ്പോൾ ആക്റ്റീവ് കോമ്പണൻറ്റ്, പാസീവ് കോമ്പണൻറ്റ് എന്താ? യെസ്, നമുക്കൊരു മാഗ്നിഫിക്കേഷൻ, ഓക്കെ, മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കറണ്ട് സോഴ്സ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് അതിന് സാധ്യതയുണ്ടെങ്കിൽ, ഓക്കെ, അതിനാണ് നമ്മൾ ആക്റ്റീവ് കോമ്പണൻറ്റ് എന്ന് പറയുക. ഓക്കെ, ഒന്നുകിൽ അതിന് മാഗ്നിഫിക്കേഷൻ അതിന് കഴിവുണ്ടാവണം, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ടൈം ഡ്യൂറേഷനിൽ കറണ്ടോ അല്ലെങ്കിൽ വോൾട്ടേജോ അതിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലൊരു സോഴ്സ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ളതിന് നമ്മൾ പറയുന്നവരാണ് ആക്റ്റീവ് കോമ്പണൻറ്റ്. എന്തൊക്കെയാണ് ഉദാഹരണങ്ങൾ? എന്തൊക്കെയാണ്? ഇപ്പോൾ DC സോഴ്സ് അതൊരു ആക്റ്റീവ് കോമ്പണൻ്റ് ആണ്. ദെൻ ഇപ്പം ആംപ്ലിഫയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ തൈറസ്റ്റർ, ദെൻ വേറെ എന്തൊക്കെയാണ് പറയാൻ വേണ്ടി പറ്റുക? ട്രാൻസിസ്റ്റർ അല്ലേ, അതൊക്കെ എന്താ? അതൊക്കെ ആക്റ്റീവ് കോമ്പണൻസ് ആണ്. ഇനി നെക്സ്റ്റ് പാസീവോ? പാസീവിൻ്റെ കേസിൽ ഇതിനുള്ള കഴിവുണ്ടാവില്ല അല്ലേ. യെസ്, അപ്പോൾ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റൻസ്, ദെൻ ട്രാൻസ്ഫോമർ, ഇതൊക്കെ ആരാ? ഇതൊക്കെ പാസീവ് കോമ്പണൻ്റ് ആണ്. ദെൻ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ നമുക്ക് വോൾട്ടേജ് ഒക്കെ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ലേ സാറേ? ഇല്ല, വോൾട്ടേജ് മാഗ്നിഫൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ നമുക്ക് എന്താണ്? പവർ കോൺസ്റ്റൻ്റ് അല്ലേ.
യെസ്. അപ്പോൾ ട്രാൻസ്ഫോമർ എന്താണ്? ഒരു പാസീവ് കോമ്പണൻ്റ് ആണ്. നമുക്ക് കറണ്ട് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിലും അത് മാഗ്നിഫിക്കേഷൻ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അതുകൂടി ഒന്ന് ഓർത്ത് നോക്കുക. ട്രാൻസ്ഫോമർ ഒരു പാസീവ് കോമ്പണൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. സോ താഴെ പറയുന്ന ആക്റ്റീവ് കോമ്പണൻ്റ് ചോദിച്ചാൽ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ട്രാൻസിസ്റ്റർ ആണ് ആക്റ്റീവ് കോമ്പണൻ്റ്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇൻഡക്ടറിന് കറണ്ട് സ്റ്റോർ ചെയ്യാം, കപ്പാസിറ്ററിന് വോൾട്ടേജ് സ്റ്റോർ ചെയ്യാം. പക്ഷേ ഇൻഫൈനൈറ്റ് ടൈം ഡ്യൂറേഷനിലേക്ക് അതിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഒരു സപ്ലൈ ആയിട്ടോ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇൻഡക്ടറും കപ്പാസിറ്ററും ഒക്കെ എന്താണ്? യെസ്, പാസീവ് കോമ്പണൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇലക്ട്രോണിക്സ് ആണ്, വളരെ ബേസിക് ആയിട്ടുള്ളതാണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, വാട്ടർ ഹീറ്ററിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഡാഷിൽ കുറയാൻ പാടില്ല. ഇത് റിപ്പീറ്റഡ് ആണ് കേട്ടോ, ഇത് കുറേ പ്രാവശ്യം ചോദിക്കാറുണ്ട്. നമുക്ക് ഉത്തരം ഏതാ? 1 മെഗാ ഓം ആണ് അല്ലേ? യെസ്. എനിക്ക് തോന്നുന്നു ഇത് IE റൂള് 48 അങ്ങോട്ടാണ്, നമ്മൾ കുറേ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. IE റൂള് 48 അതിൽ പറയുന്നുണ്ട് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഇത്രയിൽ കുറയാൻ വേണ്ടി പാടില്ല അല്ലേ? 1 മെഗാ ഓമിൽ കുറയാൻ വേണ്ടി പാടില്ല. വാട്ടർ ഹീറ്ററിൻ്റെ മാത്രമല്ല, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഇൻ്റെ വയറിംഗ് ഇൻസ്റ്റാളേഷൻ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1 മെഗാ ഓം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും നിങ്ങൾ പഠിച്ചിട്ടില്ലേ? യെസ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 1 മെഗാ ഓം. നെക്സ്റ്റ് പോവാം. ട്രാൻസിസ്റ്ററിൽ എത്ര PN ജംഗ്ഷൻ ഉണ്ടായിരുന്നു? ഓക്കെ, ഉണ്ടായിരിക്കും. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും പഠിച്ചിട്ടുണ്ട് അല്ലേ? NPN, PNP അല്ലേ? PNP. ഓക്കെ, അപ്പോൾ എത്ര PN ജംഗ്ഷൻ ഉണ്ട്? ഒരു PN ജംഗ്ഷൻ, രണ്ടാമത്തെ PN ജംഗ്ഷൻ. ഇവിടെയോ ഒരു PN ജംഗ്ഷൻ, രണ്ടാമത്തെ PN ജംഗ്ഷൻ. സോ 2 ജംഗ്ഷൻ എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് ട്രാൻസിസ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതാണ് ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ ഈ ഇലക്ട്രോണിക്സിൽ പഠിക്കാനുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ഒന്ന് നോട്ട് എഴുതിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ്, നിയോൺ സൈൻ ലാമ്പുകൾ പ്രവർത്തിക്കുന്നത് ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്? ക്രോമാറ്റിക് എഫക്റ്റ്, ലൈറ്റ് എമിഷൻ എഫക്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എഫക്റ്റ്, ഗ്യാസ് ഡിസ്ചാർജ് എഫക്റ്റ്. ഒരു ആവറേജ് പഠിച്ച ഉദ്യോഗാർത്ഥിക്ക് പോലും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഡിസ്ചാർജ് ലാമ്പാണ് നിയോൺ ലാമ്പ് അല്ലേ? നിയോൺ സൈൻ ലാമ്പ് നമ്മൾ ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുക? അഡ്വർടൈസ്മെൻറ്റ് ബോർഡുകൾക്കാണ്. അഡ്വർടൈസ്മെൻറ്റ് ബോർഡുകൾക്കാണ് നമ്മൾ നിയോൺ സൈൻ ട്യൂബ് അല്ലേ? നിയോൺ സൈൻ ലാമ്പ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ദെൻ നമ്മുടെ ലൈൻ ടെസ്റ്ററിലൊക്കെ ഉള്ളത് ഏതാണ്? നിയോൺ ലാമ്പാണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ്, സോഡിയം വേപ്പർ ലാമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിന് ഏത് നിറമായിരിക്കും? കണ്ടോ, ഇതിങ്ങനെ പല പ്രാവശ്യം ചോദിക്കാറുണ്ട്. ഇതൊരു റിപ്പീറ്റിംഗ് ക്വസ്റ്റൻ ആണ്. ഒരു സോഡിയം വേപ്പർ ലാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോർമൽ കളറല്ല. സോഡിയം വേപ്പർ ലാമ്പിൻ്റെ നോർമൽ കളർ എന്താ? അത് മഞ്ഞയാണല്ലേ? അത് യെല്ലോ ആണ്, നിങ്ങൾക്കറിയാം. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സോഡിയം വേപ്പർ ലാമ്പ് വർക്ക് ചെയ്യുക, ഇറ്റ് ഈസ് വർക്കിംഗ് ആസ് എ നിയോൺ ലാമ്പ് അല്ലെ? ഒരു നിയോൺ ലാമ്പ് പോലെയാണ് വർക്ക് ചെയ്യുക. കാരണം സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു ടെമ്പറേച്ചർ ആൻഡ് വോൾട്ടേജ് കൊണ്ട് ഈ സോഡിയം അയണൈസ് ചെയ്യില്ല അല്ലേ? സോഡിയം ഒരു പൗഡേർഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക. അത് ചൂടായി വേപ്പർ ആവാൻ അത്രത്തോളം ടെമ്പറേച്ചർ പോരാ. അതുകൊണ്ട് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്തെ നിയോൺ ഗ്യാസ്, നമ്മളതിന് നിയോൺ ഗ്യാസും ഫിൽ ചെയ്തിട്ടുണ്ട്. സോ സ്റ്റാർട്ടിങ് ടൈമിൽ അതൊരു നിയോൺ ലാമ്പ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. നിയോൺ ഗ്യാസ് ഫിൽ ചെയ്തുകൊണ്ട് തന്നെ അതിനൊരു റെഡ് കളർ ഉണ്ടാവും അല്ലേ? പക്ഷേ റെഡ് കളറായിട്ടാണോ നമുക്ക് പുറത്ത് കാണാൻ വേണ്ടി പറ്റുക? അല്ല. ആ മഞ്ഞക്കകത്ത് റെഡ് ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം പിങ്ക് കളറിലാണ് അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. എപ്പോഴും പിങ്ക് തന്നെയാണ് ആൻസർ ഉണ്ടാവുക. ഇനി ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിൽ പിങ്കും റെഡും ഉണ്ടെങ്കിൽ നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത് ഏതാ? പിങ്ക് തന്നെയാണ് പിക്ക് ചെയ്യേണ്ടത് കേട്ടോ. സ്റ്റാർട്ടിങ് കളർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പിങ്ക് തന്നെയാണ് ആൻസർ. കേരള PSCയുടെ ആൻസർ ഏതാണ്? പിങ്ക് തന്നെയാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി സോഡിയം വേപ്പർ ലാമ്പിൻ്റെ നിറം ഏതാണെന്ന് ചോദിച്ചാൽ അത് മഞ്ഞ നിറം. ദെൻ ഈ നീല നിറം ഏതാണ്? നീല നിറം എന്ന് പറഞ്ഞിട്ട് സാധാരണയായിട്ട് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് മെർക്കുറി വേപ്പർ ലാമ്പിൻ്റെ കളറ്. ഓക്കെ, അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നീല നിറം ഓക്കെയാണ്. ഇനി നീല നിറം അല്ലെങ്കിൽ ഗ്രീൻ കേട്ടോ, പച്ചയും ഓക്കെയാണ്. ഇതിൽ രണ്ടും ഒരുമിച്ച് കൊടുക്കില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചില കേസസിൽ ഗ്രീനിഷ് ബ്ലൂ, ഓക്കെ, ഗ്രീനിഷ് ബ്ലൂ അല്ലെങ്കിൽ ബ്ലൂയിഷ് ഗ്രീൻ എന്നൊക്കെ കൊടുക്കാറുണ്ട്. അതും ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് മുഴുവൻ ഒരുമിച്ച് വരുമോ? അങ്ങനെ വരില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത്തരം കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. സിങ്ക്രണസ് വേഗതയിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ താഴെ പറയുന്നതിൽ ഏതാണ്? യൂണിവേഴ്സൽ മോട്ടോർ, റിലക്റ്റൻസ് മോട്ടോർ, ഹിസ്റ്റെറിസിസ് മോട്ടോർ, റെസിസ്റ്റൻസ് സ്റ്റാർട്ട്, ഇൻഡക്ഷൻ മോട്ടോർ.
സോ റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ എന്തായാലും അല്ല, ഇൻഡക്ഷൻ മോട്ടോർ അല്ലേ. തന്നെ യൂണിവേഴ്സൽ മോട്ടോർ, സിങ്ക്രണസ് വേഗതയിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ. നമുക്ക് വേണമെങ്കിൽ യൂണിവേഴ്സൽ മോട്ടോർ ഏത് സ്പീഡിലും പ്രവർത്തിപ്പിക്കാം കേട്ടോ. സാധാരണയായിട്ട് യൂണിവേഴ്സൽ മോട്ടോറിൻ്റെ പ്രത്യേകത ഹൈ സ്പീഡിൽ, ഹൈ RPM റൺ ചെയ്യുന്ന മോട്ടറാണ് യൂണിവേഴ്സൽ മോട്ടോർ. നമ്മൾ സാധാരണ ഏതൊക്കെ യൂസ് ചെയ്യുക, മിക്സറിൽ, അതേപോലെ ഹാൻഡ് ഡ്രില്ല്, ഹെയർ ഡ്രയർ, അങ്ങനത്തേലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, യൂണിവേഴ്സൽ മോട്ടോർ യൂസ് ചെയ്യും നല്ല ഹൈ സ്പീഡ് ഓപ്പറേഷനിലുള്ള സ്ഥലത്ത്. സോ സിങ്ക്രണസ് വേഗതയിലാണോ? അല്ല, അത് ഹൈ സ്പീഡ് എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ യൂണിവേഴ്സൽ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ഇനി റിലക്റ്റൻസ് മോട്ടറുണ്ട്, ഹിസ്റ്റീരിസിസ് മോട്ടറുണ്ട്. യെസ്, ഹിസ്റ്റീരിസിസ് മോട്ടോർ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് പറയുന്നത് തന്നെ എങ്ങനെയാണ്? ഹിസ്റ്റീരിസിസ് മോട്ടോർ ഈസ് എ സിംഗിൾ ഫേസ് സിങ്ക്രണസ് മോട്ടോർ ഹാവിങ് സിലിണ്ട്രിക്കൽ റോട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പതുക്കെ പറയാറുണ്ടല്ലേ. യെസ്, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഹിസ്റ്റീരിസിസ് മോട്ടർ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താ? ഹിസ്റ്റീരിസിസ് കറണ്ട്, ഹിസ്റ്റീരിസിസ് ലോസ് പ്രവർത്തന തത്വമുള്ള ഒരു മോട്ടറാണ്. അത് നമ്മൾ പറയുക സ്റ്റാർട്ട്സ് ലൈക്ക് എൻ ഇൻഡക്ഷൻ മോട്ടോർ, റൺസ് ലൈക്ക് എ സിങ്ക്രണസ് മോട്ടോർ എന്ന് പറയാം. സ്റ്റാർട്ടിങ്ങിൽ അതിനൊരു സ്ലിപ്പൊക്കെ ഉണ്ടാവും. വൺസ് അത് നമ്മുടെ സിങ്ക്രണസ് സ്പീഡ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിങ്ക്രണസ് മോട്ടറായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുക കേട്ടോ. സോ ഹിസ്റ്റീരിസിസ് മോട്ടറാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. റിലക്റ്റൻസ് മോട്ടർ നമ്മൾ സാധാരണ പറയുക സിംഗിൾ ഫേസ് മോട്ടറാണ്, അത് സിങ്ക്രണസ് മോട്ടറൊന്നല്ല. സോ ഇതിൻ്റെ ആൻസർ ആക്ച്വലി വരുന്നത് ഓപ്ഷൻ സി, ഹിസ്റ്റീരിസിസ് മോട്ടറാണ്. അത് പ്രൊവിഷണൽ കീയിൽ അല്ലേ ആദ്യം ഉണ്ടായിരുന്നത് ഓപ്ഷൻ സി എന്നായിരുന്നു. പക്ഷേ ഫൈനൽ കീ വരുന്ന സമയത്ത് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ ഡിലീറ്റഡ് എഴുതാണ്, ഡിലീറ്റഡ് എന്നാണ്. സോ നെക്സ്റ്റ് ടൈം അഥവാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ആൻസർ എന്താ? ഓപ്ഷൻ സി തന്നെയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഹിസ്റ്റീരിസിസ് മോട്ടോർ തന്നെയാണ്. സിംഗിൾ ഫേസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിൻ്റെ നോട്ട്സ് നിങ്ങൾ മിക്കവാറും എഴുതിയിട്ടുണ്ടാവും. അതിൽ ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, അതിൻ്റെ ബേസിക് കാര്യം ഇതാണ്. സോ ആൻസർ ആക്ച്വലി വരേണ്ടത് ഹിസ്റ്റീരിയസ് മോട്ടോർ ഓപ്ഷൻ സി ആണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ അല്ലേ? യെസ്. സോ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഉണ്ടായിരുന്നത് ഇല്യൂമിനേഷൻ, അതേപോലെ കുറച്ച് മെഷീൻസ്, കുറച്ച് ഇലക്ട്രോണിക്സ് അല്ലേ. യെസ്. അപ്പം ബാക്കിയുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ ലൈക്സും കൂടുതൽ വ്യൂസും വരുന്നതനുസരിച്ചിട്ട് നമുക്ക് അടുത്തടുത്ത ദിവസങ്ങളിൽ വീഡിയോസ് ഇടാം. ഓക്കെ. യെസ്. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.